ഓക്കെ, ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ വരുന്നത് നോക്കി, നമ്മൾ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. The line spectrum of hydrogen atom വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. If an electron in a hydrogen atom jumps from third orbit to second orbit, it emits a photon of wavelength lambda. Okay, when it jumps from fourth orbit to third orbit, the corresponding wavelength of photon will be. ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഒരു ഇവിടം വരെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇലക്ട്രോണ് ഹൈഡ്രജൻ ആറ്റം തേർഡ് ഓർബിറ്റിൽ നിന്ന് സെക്കൻഡ് ഓർബിറ്റിലേക്ക് ചാടുന്നു. ഓക്കെ, തേർഡ് ഓർബിറ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് ചാടുന്നു എന്ന് പറയുമ്പോഴേക്ക് അത് ഏത് സീരീസാണ്? ബാൽമർ സീരീസ് ആണ് അല്ലേ. ബാൽമർ സീരീസ് ആകുമ്പോൾ വിസിബിൾ സ്പെക്ട്രം ആണ് വരുന്നത്, അത് ഓർത്തിരിക്കാം. അപ്പോൾ തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് ചാടുമ്പോഴേക്കും ഒരു ലാംഡ എന്നൊരു വേവ് ലെങ്ത് നമുക്ക് കിട്ടുന്നു. അപ്പോൾ അതാദ്യം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലേ. നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് ആ ലാംഡ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി പക്ഷേ അതല്ല ചോദ്യം, അതല്ല കണ്ടുപിടിക്കേണ്ടത്. വെൻ ദ സെയിം ആറ്റം ജംപ്സ് ഫ്രം ഫോർത്ത്, നാലാമത്തതിൽ നിന്നും മൂന്നാമത്തതിലേക്ക് ചാടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വേവ് ലെങ്ത് എത്ര, അതും ഈ നമുക്ക് കിട്ടിയ ലാംഡയും തമ്മിലുള്ള ബന്ധം എന്ത് എന്നാണ് ചോദ്യം. അതൊരു ഡബിൾ ലെയർഡ് ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലായോ? അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം ഈ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും ഉണ്ടല്ലോ, ഇങ്ങനെ അതായത് ഇപ്പം ലാംഡ വെച്ചിട്ടല്ലേ ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ആറിന് വാല്യൂ ഇട്ട് കൊടുക്കരുത്. 1/r അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇടുക. എന്നിട്ട് നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റും, റേഷ്യോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ നമ്മളിത് ചോദിക്കുന്നു ഫൈൻഡ് ദ വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു ഫസ്റ്റ് ട്രാൻസിഷൻ ഓഫ് ബാൽമർ സീരീസ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ ആണ് ചോദിക്കുന്നത്, മനസ്സിലായി? ഒരു ഡെഫിനറ്റ് നമ്പറാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ 1/rന് വാല്യൂ ഇട്ട് കൊടുക്കണം, 911 എന്നൊക്കെ വാല്യൂ ഇട്ട് കൊടുക്കണം. ആ സമയം ഇത് കണ്ടോ, ഇവിടെ നമ്മൾ ഒരു ലാംഡയിൽ നിന്ന് മറ്റൊരു വേവ് ലെങ്ത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ലാംഡയുടെ വാല്യൂ ഇട്ട് കൊടുക്കണ്ട, അതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ആ ക്വസ്റ്റൻ നമുക്ക് ചെയ്യാം, നല്ല ക്വസ്റ്റൻ. പിന്നെ അടുത്ത ഹൈഡ്രജൻ ആറ്റമിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എക്സൈറ്റഡ് ബൈ മോണോക്രോമാറ്റിക് റേഡിയേഷൻസ് ഓഫ് ലാംഡ ഈക്വൽ 975 ആംസ്റ്റർ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ആണ്. ഇത് നമുക്ക് ചെയ്യാം. സ്പെക്ട്രൽ ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് ചെയ്ത് ചെയ്യാം. ഇതാ ഈ ക്വസ്റ്റൻ നല്ല ക്വസ്റ്റനാണ്. ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ ആറ്റം ജംപ്സ് ഫ്രം തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അതൊക്കെ കൺഫ്യൂഷൻ ആക്കാനുള്ള ക്വസ്റ്റൻസ് ആണ്. തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ n=3 എന്ന് എടുക്കാൻ തോന്നും. പക്ഷേ തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്, അപ്പോൾ n= എന്താണ്? 4 ആയിരിക്കും. എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ അങ്ങ് എടുത്തേക്കുക. മീൻസ് ഏതാണോ തന്നിരിക്കുന്നത് തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴേക്കും എന്തെടുക്കുക? n=4 എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തരുന്നതായിരിക്കും. പിന്നെ ടു സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് കണ്ടോ, ടു സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ n=2 ആണോ അല്ലയോ? അല്ല, n= എത്രയാണ്? 3 ആണ്. ഓക്കെ, എന്നിട്ട് ദെൻ ഫ്രം സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ടു ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പം എത്ര ജമ്പിങ് ഉണ്ടെന്ന് നോക്കണം. ഫസ്റ്റ് ജംപ്സ് ഫ്രം മൂന്നാമത്തെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് രണ്ടാമത്തെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ചാടുന്നു. അപ്പോൾ ഒരു ലാംഡ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യുകയാണ്? ഫ്രം സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് പിന്നെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ചാടുകയാണ്. അപ്പോൾ വേറൊരു ലാംഡ ഉണ്ടാവും. ദെൻ ദ റേഷ്യോ ഓഫ് ദ വേവ് ലെങ്ത് λ1 and λ2 ആർ. അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അല്ല ഡയറക്റ്റ് ഇങ്ങനെ മറ്റേ എന്താണ് ഇത്രാമത്തെ സ്റ്റേറ്റിൽ നിന്ന് ഇത്രാമത്തെ സ്റ്റേറ്റിലേക്ക് ചാടിയപ്പോൾ ഉള്ള വേവ് ലെങ്ത് കണ്ടുപിടിക്കും, അങ്ങനെയുള്ള ചോദ്യം വരത്തില്ല. ഇങ്ങനെ കുഴപ്പിക്കുന്ന ചോദ്യമേ വരുള്ളൂ. കണ്ടോ, ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഞാൻ ഒന്നിട്ട് പറഞ്ഞുതരാം. അതായത് ഇവിടെ അവർ പറയുന്നത് 4 സ്റ്റേറ്റ് പറയുന്നുണ്ട് അല്ലേ. ഈ തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, അതായത് നാലാമത്തേൽ നിന്ന് ആദ്യം രണ്ടാമത്തേലേക്ക് ചാടുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ചാടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ലാംഡയുണ്ട്, അത് λ1 ആണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് അവൻ പിന്നെ നെക്സ്റ്റ് ജമ്പ് നടത്തുകയാണ്. അപ്പോൾ ഒരു ലാംഡ ഉണ്ടത് λ2 ആണ്. എങ്കിൽ ഈ റേഷ്യോ കണ്ടുപിടിക്കാനാണ് ചോദ്യം. കണ്ടോ, ആ ക്വസ്റ്റ്യൻ വന്ന രീതി കണ്ടോ, വേറൊരു രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ ഇവിടെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. an electron of stationary hydrogen atom passes through a fifth energy level to ground level. The velocity acquired as a result of photon emission will be. നമുക്ക് നോക്കാം. അത് വെലോസിറ്റിയും ഇതും കൂടെ കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസിഷൻ അത് നോക്കി അടുത്ത ക്വസ്റ്റ്യൻ കണ്ടാ. ഇത് നമുക്ക് പക്ഷേ ഡയറക്റ്റ് ഒന്നും കണ്ടുപിടിക്കാതെ തന്നെ നിങ്ങൾക്ക് ആ തിയറി അറിയാമെങ്കിൽ ഡയറക്റ്റ് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ട്രാൻസിഷൻ ഫ്രം n=3 to n=1. n=3 to 1 ഏത് സീരീസാണ്? ലെയ്മൻ സീരീസ് അല്ലേ. ലെയ്മൻ സീരീസാണ്, അത് അൾട്രാ വയലറ്റ് ആണ്. ഞാനിങ്ങനെ പെട്ടെന്ന് ലെയ്മനും അൾട്രാ വയലറ്റ് എന്നൊക്കെ പറയുന്ന കാരണം എനിക്ക് എന്താ, ഞാനിത് കുറച്ച് നോക്കിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയും പെട്ടെന്ന് കത്തത്തില്ലായിരിക്കാം. പെട്ടെന്ന് n=1 അല്ല 3 എന്നൊക്കെ പറയുമ്പോഴേക്കും പെട്ടെന്ന് ഏതാണെന്ന് കത്തത്തില്ലായിരിക്കും. അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോൾ എന്താകണം? ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോൾ അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, ലെയ്മൻ അത് ബാൽമർ അല്ല, ഇതാണ് അൾട്രാ വയലറ്റ് ആണ്, ബാൽമർ അത് വിസിബിൾ ആണ് എന്നൊക്കെ പെട്ടെന്ന് ഇപ്പോൾ വരത്തില്ലായിരിക്കും. പക്ഷേ അത് പതുക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോൾ വരണം കേട്ടോ. അപ്പോൾ നോക്കിയാൽ ട്രാൻസിഷൻ ഫ്രം n=3 to n=1 in a hydrogen like atom result in ultraviolet radiation. ശരിയാണ്. n=1 എന്ന് പറയുമ്പോൾ ഏതാണ് സീരീസ്? ഏതാണ്? ലെയ്മൻ ആണ് അല്ലേ. ലെയ്മൻ അൾട്രാ വയലറ്റിലാണ്, അത് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അവർ ചോദിക്കുന്നത് എന്താ? ഇൻഫ്രാറെഡ് റേഡിയേഷൻ വിൽ ബി ഒബ്റ്റൈൻഡ് ഇൻ ട്രാൻസിഷൻ ഫ്രം. ഇൻഫ്രാറെഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതാണ് വേണ്ടത് എന്നാണ് ചോദ്യം. ഇൻഫ്രാറെഡ് കിട്ടണമെങ്കിൽ
1 വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. 2 to 1 വന്നു കഴിഞ്ഞാൽ അത് ലെയ്മനാണ്, ഇൻഫ്രാറെഡ് അല്ല. ഇനി 3 to 2 വന്നാൽ എന്താ? ബാൽമറാണ്, അത് വിസിബിളാണ്, അതും വന്നിട്ട് കാര്യമില്ല. വീണ്ടും 4 to 2 എന്ന് പറഞ്ഞാലേ ബാൽമറാണ്, അത് വിസിബിളാണ്, അതുമല്ല. അപ്പോൾ ഏതാ ഉത്തരം? 4 to 3 ആണ്. അപ്പോൾ 4 to 3 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇൻഫ്രാറെഡ് അല്ല, അത് ഏർലി ഇൻഫ്രാറെഡ് ആണെന്ന് പറയുന്നുണ്ട്, എന്നാലും അത് ഇൻഫ്രാറെഡ് തന്നെയാണ്. അപ്പം ഇത്രയും ഓപ്ഷൻസ് നമുക്ക് ക്യാൻസൽ ചെയ്താൽ ഇതാണ് നമുക്ക് കിട്ടും അല്ലേ. ഇതെങ്ങനെ ക്യാൻസൽ ചെയ്യാം? 1 ആണ്, 1 ലെയ്മനാണ്, അൾട്രാ വയലറ്റ് ആണ്, 2 അത് രണ്ടും എന്ത് തന്നെയാണ്? വിസിബിൾ ആണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇതാണ് ഉത്തരം. മനസ്സിലായോ? ക്വസ്റ്റ്യൻ വരുന്നുണ്ടല്ലോ.